മൂന്നാം ക്ലാസ്സിൻ്റെ പരിസര പഠന ക്ലാസ്സിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണത്? വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ പാനീയ ചികിത്സ. ഇനി ഇവ എന്താണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, വയറിളക്കം, ടൈഫോയിഡ്, വയറുകടി, മഞ്ഞപ്പിത്തം. കോളറ, വയറുകടി, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുടെ ലക്ഷണമായും വയറിളക്കം ഉണ്ടാകാറുണ്ട്. വയറിളക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെട്ട് നമ്മുടെ ശരീരം നിർജ്ജലീകരണാവസ്ഥ എന്ന അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഒരു അപകടാവസ്ഥ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ചികിത്സയാണ് പാനീയ ചികിത്സ. വയറിളക്കം ഉണ്ടാകുമ്പോഴുള്ള നിർജ്ജലീകരണം തടയാനായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളവും ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളവും സംഭാരവുമൊക്കെ വളരെയധികം ഫലപ്രദമാണ്. പാനീയ ചികിത്സ എന്താണെന്ന് ഒരിക്കൽ കൂടി നോക്കൂ. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം വളരെയധികം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകാൻ പാനീയ ചികിത്സ നടത്തണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം ഇവ കുടിക്കാൻ നൽകണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ORS മിശ്രിതം തിളപ്പിച്ചാറ്റിയ 1 ലിറ്റർ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്കു നൽകുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പാനീയ ചികിത്സയിൽ പറയുന്നത്. ORS ലായനി നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തിളപ്പിച്ചാറിയ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ലയിപ്പിച്ച് ORS ലായനി തയ്യാറാക്കാം. ORS ലായനി തയ്യാറാക്കുന്ന വിധം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. വൃത്തിയുള്ളതും വൃത്തിഹീനമായതുമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കി സ്മൈലി രേഖപ്പെടുത്താൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ എന്ത് സ്മൈലിയാണ് വേണ്ടത്? സാഡ് സ്മൈലി. വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കിണറും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ നോട്ട്ബുക്കിൽ എഴുതി സ്മൈലി വരച്ച് റെഡിയാക്കി വെക്കണം. എന്താണ് ഡ്രൈ ഡേ? കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ഡ്രൈ ഡേ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണല്ലോ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. മുട്ട വിരിഞ്ഞ് 8 ദിവസം കൊണ്ട് കൊതുകുകൾ പൂർണ്ണ വളർച്ചയെത്തും. നമ്മുടെ ചുറ്റുപാടുകളിൽ ചിരട്ട, ഉപേക്ഷിച്ച പാത്രങ്ങൾ, ടയർ, കുപ്പി, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും ഇവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം മറിച്ചു കളയണം. ഇങ്ങനെ കൊതുകുകൾ വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാം. നമ്മുടെ വിദ്യാലയങ്ങളിലും വീടുകളിലുമൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനം ഡ്രൈ ഡേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്കിന്ന് നോട്ട്ബുക്കിൽ എഴുതാനും പഠിക്കാനും ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതിലുപരി നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തൂ.